വിമർശനങ്ങൾക്കും വിഭാഗീയതകൾക്കും ഒടുവിൽ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് സമാപനം. സമ്മേളനത്തിന് ശേഷം നടന്ന മുഖ്യമന്ത്രി പങ്കെടുത്ത പൊതുസമ്മേളന പരിപാടിയിൽ ഒഴിഞ്ഞ കസേരകൾ മാത്രം സാക്ഷി. ഉദ്ഘാടന പ്രസംഗത്തിൽ എ വിജയരാഘവന് പിന്തുണയും. വി ജോയി MLA ജില്ലാ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തു. ഒഴിഞ്ഞ കസേരകൾ മാത്രമാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് കാത്തിരുന്നത്. ആകാശത്തിന് കീഴിലെ സകല വിഷയങ്ങളും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ഒതുക്കി. എന്നാൽ സർക്കാരിനേറ്റ തിരിച്ചടികളും പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളും മറച്ചുവെച്ചു. കോൺഗ്രസ് വോട്ടിന് പിന്നാലെ തീവ്ര ഇസ്ലാമിക ബന്ധത്തെ ചൂണ്ടിക്കാട്ടിയ എ വിജയരാഘവന്റെ വാക്കുകൾ പരോക്ഷമായി ശരിവെച്ചു. നമ്മുടെ സംസ്ഥാനത്ത് വർഗീയവാദികളുടെ തീവ്രവാദികളുടെ പിന്തുണ വാങ്ങിയാലും വോട്ടല്ലേ അത് പോരട്ടെ എന്നൊരു ചിന്ത ജനങ്ങൾക്ക് ശക്തിപ്പെട്ടു വരും. കോൺഗ്രസ് ചിന്തിക്കണം. ഇവിടെ SDPI എന്താണ് SDPI എന്ന് കേരളത്തിൽ പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ടതായിട്ടുണ്ടോ? സാധാരണ മുസ്ലിം ജനവിഭാഗം തന്നെ ഇവരെയൊന്നും അംഗീകരിക്കുന്നില്ല. മുസ്ലിമിലെ ഏറ്റവും പ്രബല വിഭാഗമാണല്ലോ സുന്നി വിഭാഗം. അതല്ലെങ്കിൽ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന എല്ലാ മുസ്ലിം വിഭാഗവും എല്ലാവരും ഈ വിഭാഗത്തെ എല്ലാം തള്ളിക്കളയുന്നവരാണ്. ജമാഅത്തെ ഇസ്ലാമി SDPI തീവ്ര വർഗീയവാദികളാണെന്ന് വിളിച്ച സുന്നി വിഭാഗത്തെയും പിന്തുണച്ചു. അക്ഷമരായ പാർട്ടി പ്രവർത്തകർ ഒന്നൊന്നായി സമ്മേളന നഗരി വിട്ടതോടെ മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്തു. ജനം, തിരുവനന്തപുരം.